ഇന്ത്യ അമേരിക്ക സ്വതന്ത്ര വ്യാപാര കരാർ ഒടുവിൽ യാഥാർത്ഥ്യത്തിലേക്ക്. ഇടക്കാല കരാറിന്റെ രൂപരേഖ തയ്യാറായി. ഇരു രാജ്യങ്ങളും സംയുക്ത പ്രസ്താവന പുറത്തുവിട്ടു. റഷ്യൻ എണ്ണ വാങ്ങുന്നതിൽ ഇന്ത്യക്ക് മേൽ അമേരിക്ക ചുമത്തിയിരുന്ന അധിക തീരുവ ഒഴിവാക്കി. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ നികുതി 18% മാറ്റിയതാണ് സുപ്രധാന മാറ്റം. ചൈന, തായ്വാൻ എന്നീ രാജ്യങ്ങൾക്ക് ഏർപ്പെടുത്തിയതിനേക്കാൾ താഴ്ന്ന തീരുവയാണിത്. അമേരിക്കയിൽ നിന്നുള്ള നിരവധി ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ തീരുവ വെട്ടിക്കുറക്കുകയോ പൂർണ്ണമായി ഒഴിവാക്കുകയോ ചെയ്യും. ഉണങ്ങിയ ധാന്യങ്ങൾ, പഴങ്ങൾ തുടങ്ങിയ കാർഷിക വിഭവങ്ങളും ഇറക്കുമതി ചെയ്യുന്നതിൽ ഉൾപ്പെട്ടു. 5 വർഷത്തിനുള്ളിൽ $50,000 കോടി ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ നിന്നും ഇന്ത്യ ഇറക്കുമതി ചെയ്യും. കാർഷിക ക്ഷീര മേഖലകളിൽ രാജ്യതാൽപര്യം സംരക്ഷിച്ചുള്ള നടപടിയാണ് സ്വീകരിച്ചതെന്ന് വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. കരാർ പൂർത്തിയാകുന്നതോടെ ജനറിക് മരുന്നുകൾ, രത്നങ്ങൾ, വജ്രങ്ങൾ, വിമാനഭാഗങ്ങൾ എന്നിവയുടെ നികുതി 0 അമേരിക്കൻ മെഡിക്കൽ, IT ഉപകരണങ്ങളുടെയും ഉൽപ്പന്നങ്ങളുടെയും വിപണിയിലെ തടസ്സം നീക്കാനും ധാരണയായി. ഡിജിറ്റൽ വ്യാപാര മേഖലയിലെ വിവേചന രീതികൾ ഒഴിവാക്കി പുതിയ നിയമങ്ങൾ ഇരു രാജ്യങ്ങളും രൂപീകരിക്കും. കരാർ ഇരു രാജ്യങ്ങളുടെയും സമ്പദ് വ്യവസ്ഥയെ പരിപോഷിപ്പിക്കുമെന്ന് വ്യക്തമാക്കിയ മോദി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നന്ദി പറഞ്ഞു. റഷ്യയിൽ നിന്നും ഇന്ത്യ എണ്ണ വാങ്ങുന്നത് അവസാനിപ്പിക്കുമെന്ന ധാരണയുടെ അടിസ്ഥാനത്തിലാണ് തീരുവ കുറച്ച ഉത്തരവിൽ ട്രംപ് ഒപ്പിട്ടത്. ഈ വിഷയത്തിൽ സംയുക്ത പ്രസ്താവനയും മന്ത്രിമാരും മൗനം പാലിക്കുകയാണ്. വ്യാപാര രംഗത്ത് വലിയ കുതിച്ചുചാട്ടമുണ്ടാകുമെന്ന് കേന്ദ്ര സർക്കാർ അവകാശപ്പെടുമ്പോഴും കർഷക സംഘടനകൾ സംശയത്തോടുകൂടിയാണ് ഈ കരാറിനെ നോക്കുന്നത്. ആശങ്കയും പ്രതീക്ഷയും ഒരേപോലെ സമ്മാനിക്കുന്നതാണ് അമേരിക്കയുമായുള്ള ഇന്ത്യയുടെ സ്വതന്ത്ര വ്യാപാര കരാർ. ധനസുമോദ്, മീഡിയ 1, ഡൽഹി.